രാവിലെ എണ്ണീറ്റപ്പോൾ ഫസ്റ്റ് കണ്ടുകൊണ്ട് ഉണരുന്ന വാർത്തയെന്ന് പറയുന്നത് നമ്മുടെ ഓഫീസിനടുത്തായിട്ട് ഒരു ജാഗ് തീ പിടിച്ചിട്ടുണ്ട്. ന്യൂസ് ഓൾറെഡി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ജാഗ് തീ പിടിച്ചേക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് ഇതുവരെ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഓർത്തത്, ഞാൻ ഈ കാലിക്കറ്റിലേക്ക് വരണ വഴിക്ക് ഒരു സീൻ കണ്ടായിരുന്നു. ഒരു ഉള്ളേരിയയിൽ ഒറ്റപ്പെട്ട് ഒരു ജാഗൂർ കിടക്കുന്നു. ജസ്റ്റ് ആ ജാഗ് മാത്രം ഒരു ഷെഡിനകത്ത് ഒരു കാട് പിടിച്ച ഒരു ഒതുങ്ങിക്കിടക്കുന്ന ഒരു ഇമേജ്. ഞാനാകെ കൺഫ്യൂസ്ഡായി, ഇത് എന്താണ് സംഭവം, അതാരാണ് ഇത്രയും നല്ലൊരു വണ്ടി കൊണ്ടുവന്ന് ഇവിടെ കാട്ടിക്കളഞ്ഞേക്കുന്നതെന്നൊക്കെ ആലോചിച്ച്. അത് കഴിഞ്ഞ് ഞാൻ മുന്നോട്ട് നീങ്ങിയ സമയത്താണ് എനിക്ക് മനസ്സിലായത് അവിടെ അടുത്തായിട്ട് പ്രീമിയം വണ്ടികൾ നിരത്തിയിട്ടിട്ട് ഷീറ്റ്, ടാർപോളിൻ ഷീറ്റ് വലിച്ച് കിട്ടിയിട്ട് മെക്കാനിക്കൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇമേജ് എടുത്തില്ല, വിഷ്വലും എടുക്കാൻ നിന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ഉപജീവനത്തിനുള്ള കാര്യം ചെയ്യുന്നു, നമ്മൾ അതിനകത്ത് ഡിസ്റ്റർബ് ചെയ്യുന്നത് മോശമാണ്. തന്നെയല്ല, അത് അവരുടെ പ്രൈവസിയാണ്. സംഭവം ഈ പറയുന്ന പല അതർ സ്റ്റേറ്റ് വണ്ടികളും പ്രശ്നമുള്ളതൊക്കെ എടുത്തിട്ട് വന്നിട്ട് അതിൻ്റെ പ്രശ്നം തീർക്കലാണ് അവിടെ നടക്കുന്നത്. പ്രശ്നം തീർത്തിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മെക്കാനിക്കൽ സൈഡ് അല്ല ഇലക്ട്രിക്കൽ സൈഡുള്ള റിപ്പയറുകൾ പെർഫെക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പണി പാളാനുള്ള ചാൻസസ് കൂടുതലാണ്. പ്രീമിയം എന്നല്ല, നമ്മുടെ നോർമൽ വണ്ടിയാണെങ്കിലും മെക്കാനിക്കൽ വർക്കും ഇലക്ട്രിക്കൽ സൈഡ് വർക്കും പ്രോപ്പറായിട്ടല്ല ചെയ്തേക്കുന്നതെങ്കിൽ വണ്ടി ഫയർ ആവാനുള്ള സാധ്യത എപ്പോഴും കൂടുതലായിരിക്കും. ഹോസ് ക്ലാമ്പുകൾ, പൈപ്പുകൾ അതൊക്കെ പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്യാതിരിക്കുക. അതേപോലെ വയറിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാതെ ലൂപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ ഹീറ്റപ്പായിട്ട് അത് ഫയർ ആവുക. പിന്നെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഫിറ്റ്മെൻറ്റുകൾ നടത്തുക. ഇതൊക്കെ ഒരുപാട് റീസൺസ് ഉണ്ട് ഫയർ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്ലഡ് കാറുകളെ ഫയർ ആവാനുള്ള സാധ്യത കൂടുതലെന്ന് പറയുന്നതിൻ്റെ റീസണും ഇതാണ്. കാരണം ഇത് അഴിച്ചിട്ട് തിരിച്ച് പിടിപ്പിച്ച് ടാമ്പറിങ് കൂടിയിട്ടാണ് സാധാരണ ഫ്ലഡ് വണ്ടികൾക്ക് ഇങ്ങനെ ഫയർ ചാൻസ് കൂടുതലാണെന്ന് പറയുന്നത്. എല്ലാ വണ്ടികളും അങ്ങനെ ആണെന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഈ ടാമ്പറിങ് കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ രാവിലെ ഇത് കണ്ടപ്പം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് റോ ആയിട്ടൊരു വീഡിയോ എടുത്ത്. സൗണ്ട് ഡിസ്റ്റർബൻസ് കാണും, കാരണം ഞാനൊരു ഓപ്പൺ ഏരിയയിലാണ് ഇരിക്കുന്നത്.